വീണ്ടും മുംബൈ തോറ്റിരിക്കുകയാണ്. ഇന്ന് കൊൽക്കത്തയ്ക്കെതിരെയാണ് മുംബൈ ടീം തോറ്റിരിക്കുന്നത്. അവർക്ക് ഈ IPL ജയിക്കാൻ സാധിക്കുന്നില്ല. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം നാശമായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് കൊൽക്കത്തയ്ക്കെതിരെ 18 റൺസിനാണ് മുംബൈ കളി തോറ്റത്. ഇതിനുശേഷം രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ടീമിന് ഈ ഗതി വരുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഒരുവിധം എല്ലാ മാച്ചിലും മുംബൈ കളി തോൽക്കുകയാണ്. ഇന്ന് കൊൽക്കത്തയ്ക്കെതിരെ തോറ്റ ശേഷം രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഇപ്പോഴത്തെ മുംബൈ ടീമിനെ ഇഷ്ടമല്ല. ഞങ്ങൾ ഇതുപോലെ ഡൗൺ ആവുമെന്ന് ഒരിക്കലും തന്നെ കരുതിയില്ല. പാണ്ഡ്യ ക്യാപ്റ്റനായ ശേഷം മുംബൈ ടീമിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സീസണിൽ കളിക്കാൻ തന്നെ എനിക്ക് ഇഷ്ടമാകുന്നില്ല. പണ്ടത്തെ മുംബൈ ടീമിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓരോ മാച്ച് കളിക്കുമ്പോഴും ഞങ്ങൾക്ക് വളരെയധികം ആവേശമുണ്ടാകാറുണ്ട്. എന്നാൽ ഇപ്പോൾ മുംബൈ ടീം ആർക്കോ വേണ്ടി കളിക്കുന്നത് പോലെയാണ്. ഒന്ന് ജയിക്കാൻ പോലും ആരും ശ്രമിക്കുന്നില്ല. വരുന്ന സീസണിലും ഇതുപോലെയാണെങ്കിൽ ഞാൻ മുംബൈ ടീമിൽ കളിക്കില്ല. മാനേജ്മെന്റ് കാര്യങ്ങൾ മനസ്സിലാക്കണം. പാണ്ഡ്യ താരങ്ങളുമായിട്ട് തർക്കത്തിലാണ്. പാണ്ഡ്യ ക്യാപ്റ്റനായാൽ അടുത്ത വർഷവും മുംബൈ ടീം ഇങ്ങനെ തന്നെ ആകുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. രോഹിത് പറഞ്ഞത് കാര്യം തന്നെയാണ്. അടുത്ത വർഷവും പാണ്ഡ്യ ക്യാപ്റ്റനായാൽ മുംബൈ ടീമിന് യാതൊരു മാറ്റവും ഉണ്ടായിരിക്കില്ല. ഇതുപോലെ മുംബൈ പ്ലേ ഓഫ് കാണാതെ പുറത്താകും. പാണ്ഡ്യയ്ക്ക് ടീമിനെ ജയിപ്പിക്കണമെന്ന ഒരു ആഗ്രഹമില്ല. രോഹിത് ക്യാപ്റ്റനാകുമ്പോൾ മികച്ച രീതിയിലാണ് മുംബൈ ടീമിനെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ മുംബൈ നാണം കെടുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഒരുപക്ഷെ അടുത്ത വർഷം രോഹിത് ശർമ്മ മുംബൈ ടീം വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അടുത്ത പ്രാവശ്യം മെഗാലേലമാണ്. രോഹിത് ചിലപ്പോൾ CSKയിലേക്കോ രാജസ്ഥാനിലേക്കോ മറിയേക്കും. വമ്പൻ ടീമുകൾ രോഹിതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.